പാലൂർ അനുസ്മരണ സമ്മേളനത്തിലെ മുഖ്യപ്രഭാഷകൻ, മലയാളത്തിന്റെ വിശ്വകവി, ഇംഗ്ലീഷ് ഭാഷയിലും പരിഭാഷാ പഠനത്തിലും പ്രൊഫസറായ പ്രശസ്ത കവി ശ്രീ കെ സച്ചിദാനന്ദൻ, കാവ്യലോകത്തിനുമപ്പുറം നിരൂപകൻ, നാടകകൃത്ത്, എഡിറ്റർ, കഥാകാരൻ, യാത്രയെഴുത്ത് എന്നീ മേഖലകളിലും സാഹിത്യലോകത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലും ഇംഗ്ലീഷിലും ഹിന്ദിയിലും കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. നിരവധി പുരസ്കാരങ്ങളാൽ ആദരിക്കപ്പെട്ട ശ്രീ കെ സച്ചിദാനന്ദൻ ഇപ്പോൾ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റായിട്ട് പ്രവർത്തിച്ചു വരുന്നു. പാലൂർ സൗഹൃദവേദിയുടെ പാലൂർ അനുസ്മരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തി ഞങ്ങളെ അനുഗ്രഹിക്കാൻ എത്തിയ ശ്രീ കെ സച്ചിദാനന്ദൻ അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സ്വാഗതം ആശംസിക്കുന്നു. സച്ചിദാനന്ദൻ മാഷെ മുഖ്യപ്രഭാഷണം നടത്താൻ സാദരം ക്ഷണിക്കുന്നു. പ്രിയ ഋഷികേശൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിർഭാഗ്യവശാൽ അപൂർവമായി മാത്രം അനുസ്മരിക്കപ്പെടാറുള്ള ഒരു വളരെ പ്രധാനിയായ മലയാള കവിയാണ് എം.എൻ. പാലൂർ. പാലൂരിൻ്റെ രംഗപ്രവേശ കാലം എനിക്ക് ഏതാണ്ട് നന്നായി ഓർമ്മയുണ്ട്. ഞങ്ങൾ സമപ്രായക്കാരല്ലെങ്കിലും ഏതാണ്ട് ഒരേ സമയത്ത് കവിതയിൽ രംഗപ്രവേശം ചെയ്ത ആളുകളാണ് എന്ന് പറയാം. അതിനു മുമ്പ് പാലൂർ ചില കവിതകൾ എഴുതിയിട്ടുണ്ടെങ്കിലും അദ്ദേഹം ശ്രദ്ധേയനാകുന്നത് വിമാനത്താവളത്തിലൊരു കവി, പേടിത്തൊണ്ടൻ മുതലായ കവിതകളിലൂടെയാണ്. നിങ്ങളിൽ ചിലർക്ക് ഒരുപക്ഷെ അറിയാമായിരിക്കും അഥവാ ഓർമ്മയുണ്ടാകും. കോഴിക്കോടുള്ള പൂർണ്ണ ബുക്സ് പുതുമുദ്രകൾ എന്ന പേരിൽ ഒരു സമാഹാരം പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ഒരുപക്ഷെ മലയാളത്തിലെ ആധുനിക കവിതയുടെ ആദ്യ സമാഹാരമായിരുന്നു അത് എന്ന് പറയാം. പിൽക്കാലത്ത് ആധുനിക എന്നറിയപ്പെടാത്ത സുഗതകുമാരി ഉൾപ്പെടെയുള്ള കവികൾ അതിലുണ്ടായിരുന്നു. സുഗതകുമാരി, വിഷ്ണുനാരായണ നമ്പൂതിരി, ആർ രാമചന്ദ്രൻ, എം.എൻ. പാലൂർ, എൻ കക്കാട്, ഇങ്ങനെയുള്ള ഒരുപാട് പുതിയ കവികളുടെ എനിക്ക് തോന്നുന്നു 2 കവിതകൾ വീതമുണ്ടായിരുന്ന ഒരു ചെറിയ സമാഹാരമായിരുന്നു അത്. അതിൽ എഡിറ്ററുടെ പേരുണ്ടായിരുന്നില്ല. പക്ഷേ ആർ രാമചന്ദ്രനാണ് പ്രധാനമായും ആ സമാഹാരത്തിന് പിറകിൽ പ്രവർത്തിച്ചിരുന്ന ആൾ. പൂർണ്ണ ബുക്സിന്റെ അക്കാലത്തെ പ്രധാന ഉപദേഷ്ടാവും ആർ രാമചന്ദ്രൻ തന്നെ ആയിരുന്നു. ആ കാലം നിങ്ങളിൽ വീണ്ടും ചിലരെങ്കിലും ഓർക്കുന്നുണ്ടാവും. മലയാള കവിതയിൽ ഒരു വഴിത്തിരിവിന്റെ കാലമായിരുന്നു. കൃത്യമായി നിർവചിക്കപ്പെട്ട ഒരു വഴിത്തിരിവ് എന്ന് അതിനെക്കുറിച്ച് പറഞ്ഞുകൂടെങ്കിലും വായനക്കാർ പുതിയതെന്തോ സംഭവിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞ കാലം. കവിതയുടെ ഭാഷ മാറുന്നു, ശൈലിയിൽ പരിവർത്തനങ്ങൾ സംഭവിക്കുന്നു, വൃത്തങ്ങൾ ചിലപ്പോഴൊക്കെ സ്വച്ഛന്തമായ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നു, ചിലപ്പോൾ വൃത്തങ്ങൾ ഉപേക്ഷിക്കപ്പെടുന്നു, ചിലപ്പോൾ നാടോടി വൃത്തങ്ങളെ പുനരാവിഷ്കരിക്കുന്നു കവികൾ. ഭാവപരമായ ഒരു പരിവർത്തനവും അതോടൊപ്പം ഉണ്ടാവുന്നു. കാരണം ആ കാലം ഇന്ത്യയുടെ വിഭജനശേഷം ഉണ്ടായ ദുഃഖം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു. തൊഴിലില്ലായ്മ കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും ഇന്ത്യയിലെ ഒരുപാട് ജനങ്ങൾ വലയുകയും ഹതാശരാവുകയും ചെയ്ത ഒരു കാലമായിരുന്നു. നമുക്ക് കിട്ടിയത് യഥാർത്ഥ സ്വാതന്ത്ര്യം തന്നെയായിരുന്നോ എന്ന ചോദ്യം കവികൾ പോലും ഉയർത്തിയ ഒരു കാലമായിരുന്നു അത്. ഫൈസിന്റെയും മറ്റും കവിതകളിൽ ആ ചോദ്യം ഏതാണ്ട് പ്രത്യക്ഷമായി തന്നെ ചോദിക്കപ്പെടുന്നുണ്ട്. നാം കാത്തിരുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഉഷസ് ഇത് തന്നെയാണോ എന്ന ചോദ്യം. നസ്രുൽ ഇസ്ലാമിന്റെ അക്കാലത്തെ ചില കവിതകളിലും ഈ ചോദ്യം ഉയർത്തപ്പെടുന്നുണ്ട്.
ആ തരം മോഹഭംഗത്തിൻ്റേത് എന്ന് അക്കാലത്ത് അറിയപ്പെട്ട, ഇന്നത് മിക്കവാറും ഒരു ക്ലീഷയായി മാറിയതുകൊണ്ടത് ആ വാക്കുപയോഗിക്കാൻ മടിയുണ്ട്. പക്ഷെ അങ്ങനെ അറിയപ്പെട്ട ഒരു കാലമായിരുന്നു പ്രധാനമായും ഇന്ത്യൻ സാഹിത്യങ്ങളെ സംബന്ധിച്ചിടത്തോളവും തീർച്ചയായും മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളവും ആ കാലം. നൈരാശ്യത്തിൻ്റെതായ ഒരു സ്വരം കവിതയിൽ പ്രധാനമായും മുഴങ്ങാൻ ആരംഭിച്ചു. ഒരുപാട് എഴുത്തുകാർ കവിതയിൽ മാത്രമല്ല കഥയിലും ഏകാന്തതയെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അന്യതാബോധത്തെക്കുറിച്ചും നഗരത്തിലെത്തിപ്പെടുന്ന ഗ്രാമീണന്റെ സംഭ്രാന്തിയെക്കുറിച്ചും ഒക്കെ തന്നെ കഥയിലൂടെയും കവിതയിലൂടെയുമുള്ള ആവിഷ്കാരങ്ങൾ നടത്താൻ ആരംഭിച്ചു. അത്തരത്തിലുള്ള ഒരു ഭാവമാറ്റത്തിന് ഭാഷയുടെ ഒരു മാറ്റവും അനിവാര്യമാണ് എന്ന് അവർ അനുഭവത്തിലൂടെ, അത്തരത്തിലുള്ള അനുഭവങ്ങളുടെ ആവിഷ്കാരത്തിനുള്ള പരിശ്രമങ്ങളിലൂടെ മനസ്സിലാക്കുകയും ചെയ്തു. അവരിൽ പലരും കേരളത്തിന് പുറത്ത് ജീവിച്ചിരുന്ന, ജോലിയെടുത്തിരുന്ന ആളുകളായിരുന്നു. കവികളിൽ അങ്ങനെ അധികം പേർ ഇല്ലായിരുന്നു. ഒരുപക്ഷെ ഞാൻ പറഞ്ഞ പുതുമുദ്രകളിൽ ഉള്ള ചെറിയാൻ കെ ചെറിയാനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു, MN പാലൂരിനെ പോലുള്ള ആളുകളുണ്ടായിരുന്നു. അവർ കേരളത്തിന് പുറത്തായിരുന്നു ആ കാലത്ത്. എന്നാൽ കഥയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മിക്കവാറും ആധുനിക കഥ, ആധുനിക നോവൽ വന്നത് തന്നെ കേരളത്തിന് പുറത്ത് ജീവിച്ചിരുന്ന ആളുകളിൽ നിന്നാണ് എന്ന് പറയാം. MP നാരായണപിള്ള, M മുകുന്ദൻ, കാക്കനാടൻ, അങ്ങനെ എടുത്തു പറയാം, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, ഒരുപാട് പേർ ആ കാലത്ത് കേരളത്തിന് പുറത്ത് ജീവിക്കുകയും പലപ്പോഴും നാട്ടിൻപുറങ്ങളിൽ നിന്ന് പോയി നഗരങ്ങളിൽ എത്തിപ്പെടുകയും ആ നഗരങ്ങളുടെ ആൾക്കൂട്ടത്തിലെ ഏകാകിത അനുഭവിക്കുകയും ഒക്കെ ചെയ്ത ആളുകളായിരുന്നു. ഈ നഗരങ്ങൾ അവരിൽ പലതരം പ്രതികരണങ്ങളാണ് ഉണർത്തിയത്. ചിലർ സംഭ്രാന്തിയോടെ, ചിലർ പ്രത്യാശയോടെ, ചിലർ ഭീകരമായ ഏകാകിതയുടെ ഇരുണ്ട അനുഭവത്തോടെ ആ നഗരങ്ങളെ നോക്കിക്കാണാനും നഗരജീവിതത്തെ ആവിഷ്കരിക്കാനും ആരംഭിച്ചു. പാലൂരിന്റെ കവിതയും ഒരുപക്ഷെ അത്തരത്തിലുള്ളൊരു വഴിത്തിരിവിൽ എത്തിച്ചേരുന്നത് അദ്ദേഹം ബോംബെയിലുള്ള കാലത്താണ്. ഞാൻ അദ്ദേഹത്തെ നേരിട്ട് ആദ്യം കാണുന്നത് മദുരാശിയിലുള്ള ഒരു കവിയരങ്ങിൽ വെച്ചാണ്. പിന്നീട് അന്ന് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ തറവാട്ട് വീട്ടിൽ, കൊടുങ്ങല്ലൂരിനടുത്ത പുല്ലൂറ്റ് വീട്ടിൽ അദ്ദേഹം അന്ന് വിവാഹം കഴിച്ചിട്ടേ ഉള്ളൂ, നവവധുവുമായി വരികയും താമസിക്കുകയും ചെയ്തതും ഞാൻ ഇന്നലെ എന്ന പോലെ ഓർക്കുന്നു. പാലൂരിന്റെ കവിതയുടെ വൈശിഷ്ട്യങ്ങളിലേക്ക് മുഴുവനൊന്നും കടന്നു പോകാനുള്ളൊരു ശ്രമം ഈ ഒരു ഭാഷണത്തിൽ ഞാൻ നടത്തണമെന്ന് ഉദ്ദേശിക്കുന്നില്ല. ഒരു ചെറിയ കവിത വായിച്ചുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ കവിതയുടെ അനുഭവവുമായി ബന്ധപ്പെട്ട് പറയാൻ ശ്രമിക്കാം. ഈ കവിത വളരെ പ്രശസ്തമാണ്. അന്ത്യവിശ്രമം എന്ന കവിത. തരികധരം തവ മധുരം താമര പോലുള്ളൊരോമന കവിതേ, അരികിൽ വരൂ സുധ പകരൂ അഗ്നികണക്കത്ര ശുദ്ധിയുള്ളോർ നാം, കണ്ണീരും കരിമുകിലും കയ്പും വേർപ്പും മരിച്ച നെടുവീർപ്പും കാലം മാറിയതാരും കാണാതറിഞ്ഞതില്ലേ നാം, പാടി 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 പരവശനായി പരസ്യമായി തന്നെ ഇത്തിരി വിശ്രമം ഇപ്പോൾ അത്യാവശ്യം, അതെന്റെ ആവശ്യം, എന്റെ കരുത്തും നിന്നുടെ എന്തെന്നില്ലാത്ത സത്യതേജസ്സും ഒത്തുരമിച്ചുലകത്തിൽ നിത്യം സങ്കീർത്തനങ്ങൾ പാടട്ടെ, അരികിൽ വരൂ നിന്നാടുക, അത്ര കരുത്തുള്ളൊരൻ കരം തൊട്ടാൽ തീപ്പൊരി നിന്റെ ഞരമ്പിൽ പായും, നിന്മാറിൽ വിശ്രമിക്കട്ടെ. കവിത ഒരുപക്ഷെ എല്ലാ കാലത്തും സ്ത്രീയായാണ് സങ്കല്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ കവിതയിലും തരികധരം തവ മധുരം എന്ന് പറഞ്ഞുകൊണ്ടാണ് പാലൂർ കവിതയ്ക്കുള്ള ക്ഷണം നീട്ടുന്നത്. അതേസമയത്ത് കവിതയ്ക്കകത്തുള്ളൊരു തീപ്പൊരിയെ തൊട്ടുണർത്താനുള്ളൊരു പ്രയത്നവും
ഈ കവിതയുടെ അവസാനം നമുക്ക് കാണാം. അത്ര കരുത്തുള്ളൊരൻ കരം തൊട്ടാൽ തീപ്പൊരി നിന്റെ ഞരമ്പിൽ പായും. അപ്പോൾ ആ കാലത്ത് കവികൾ ഒരർത്ഥത്തിൽ ശ്രമിച്ചിരുന്നത് എങ്ങനെയാണ് കവിതയെ, തണുത്ത കവിതയെ ഉണർത്തിയെടുക്കുക, എങ്ങനെയാണ് അതിനെ ഊഷ്മളമാക്കുക, എങ്ങനെയാണ് അതിനെ ജീവിതത്തിൻ്റെ കൈപ്പുറ്റ അനുഭവങ്ങളിലേക്ക് പിടിച്ചു നടത്തുകയും യാഥാർത്ഥ്യത്തോട് അഭിമുഖം നിർത്തുകയും ചെയ്യുക. ഈ രീതിയിലുള്ള ചോദ്യങ്ങളാണ്. അതിനു വേണ്ടിയാണ്, കേവലമായ പരീക്ഷണത്തിന് വേണ്ടി ആയിരുന്നില്ല അയ്യപ്പപ്പണിക്കരെ പോലെയുള്ള ആളുകൾ, അല്ലെങ്കിൽ അതിന് ഏതാണ്ട് ഒപ്പമോ പിന്നാലെയോ ഒക്കെ വന്ന ആർ രാമചന്ദ്രനെയും എൻ കക്കാടിനെയും ചെറിയാൻ കെ ചെറിയാനെയും മാധവൻ അയ്യപ്പത്തിനെയും ഒക്കെ പോലെയുള്ള ആളുകൾ, പാലൂർ ഉൾപ്പെടെയുള്ള ആളുകൾ കവിതയെ പല രീതികളിൽ മാറ്റിയെടുത്തത്. ആ തരത്തിലുള്ള ഒരു ഘടനയിലെ മാറ്റം, രൂപത്തിലെ മാറ്റം, ശൈലിയിലെ മാറ്റം, ഒരുപക്ഷെ ഇതെല്ലാം തന്നെ ബഹുവചനത്തിൽ പറയേണ്ടതാണ്. അതൊന്നും ഒരു മാറ്റമായിരുന്നില്ല. അയ്യപ്പപ്പണിക്കരുടെ കവിതയിലൂടെ തന്നെ കടന്നുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, അത് ഒരാൾ എഴുതിയ കവിതയാണെന്ന് പോലും തോന്നാത്ത വിധത്തിൽ ബഹുസ്വരമാണ്. പല രീതികൾ, പല കാലത്തെ ശൈലികൾ, നർമ്മത്തിന്റെ സവിശേഷമായ ഉപയോഗങ്ങൾ, ഐറണി എന്ന് പറയാവുന്ന ഒരു ജീവിതത്തെ വൈരുദ്ധ്യങ്ങളിലൂടെ നോക്കിക്കാണുന്നതിലൂടെ ഉണരുന്ന ഫലിതബോധത്തിന്റെ ആവിഷ്കാരങ്ങൾ, മൃത്യുപൂജ, മർത്യപൂജ, അഗ്നിപൂജ, ഇവയിലൊക്കെ തന്നെ കാണുന്ന വ്യത്യസ്തങ്ങളായ, ഏതാണ്ട് ഒരേപോലെ പേരുള്ള ഈ കവിതകളിലൊക്കെ കാണുന്ന വളരെ വ്യത്യസ്തമായ സ്വരഭേദങ്ങൾ, ഇങ്ങനെ കവിത മാറിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് തന്നെയാണ്, അതിന്റെ ഭാഗമായി തന്നെയാണ് എം എൻ പാലൂരും മലയാള കവിതയിൽ രംഗപ്രവേശം ചെയ്യുന്നത് എന്ന് പറയാം. ഈ പുതിയ കവിതയെക്കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അതിന്റെ ഇന്ത്യയിലെ ആധുനികതയുടെ ആദ്യ സമാഹാരം എന്നത് വിഭാവ എന്ന പേരിൽ ഇംഗ്ലീഷിൽ UR അനന്തമൂർത്തിയും DR നാഗരാജും ചേർന്ന് പ്രസിദ്ധീകരിച്ച ഒരു സമാഹാരമായിരുന്നു. അതിന്റെ അവതാരിക എഴുതിയത് നാഗരാജാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർ രണ്ടുപേരും ചേർന്നാണ് എഡിറ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷെ നാഗരാജന്റെ ഒരു കുസൃതിയാണ് ഒരുപക്ഷെ ആ അവതാരികയിൽ എനിക്ക് അനുഭവപ്പെട്ടത്. നാഗരാജ് തന്നെ കരുതുക, ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, പാട്രിസൈഡ്. പാട്രിസൈഡ് എന്ന് പറഞ്ഞാൽ പിതൃഹത്യ. ഈ പുതിയ കവികൾ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലുള്ള പിതൃഹത്യയാണ് എന്ന് നാഗരാജും അനന്തമൂർത്തിയും ആ അവതാരികയിൽ പറയുന്നു. അവരത് പറയുന്നത് പ്രധാനമായും ബംഗാളി കവിതയുടെ പശ്ചാത്തലത്തിലാണ്. കാരണം ബംഗാളിൽ ടാഗോറിനെ എങ്ങനെ മറികടക്കുമെന്ന് അറിയാതെ സംഭ്രമിച്ചിരുന്ന കവികളായിരുന്നു അക്കാലത്ത് ഉയർന്നു വന്ന കവികൾ. ഒരുപാട് പേർ, ശംഖാഘോഷിനെ പോലെ, അല്ലെങ്കിൽ സുനിൽ ഗംഗോപാധ്യായെ പോലെ, വിഷ്ണുദയെ പോലെ ഒക്കെയുള്ള ടാഗോറിന് പിറകെ വന്ന കവികൾ എല്ലാവരും തന്നെ ടാഗോർ ഇങ്ങനെ മഹാമേരു പോലെ മുന്നിൽ നിൽക്കുകയാണ്. ഗീതാഞ്ജലി മാത്രമല്ല, നമുക്കറിയാവുന്ന പോലെ 101 കിരണങ്ങൾ എന്ന് അറിയപ്പെട്ട സമാഹാരത്തിലൂടെ, അദ്ദേഹത്തിന് അനേക സമാഹാരങ്ങളിലൂടെ, നാടകങ്ങളിലൂടെ, കഥകളിലൂടെ, നോവലുകളിലൂടെ അങ്ങനെ ബംഗാളി സാഹിത്യത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ടാഗോർ. അത്തരത്തിലുള്ളൊരു എഴുത്തുകാരനെ മറികടന്ന് എങ്ങോട്ടാണ് മുന്നോട്ട് നീങ്ങാൻ കഴിയുക, ഏതാണ് ഇനി മുന്നോട്ടുള്ള വഴി എന്നന്വേഷിച്ച ആളുകളായിരുന്നു അവർ. അതുകൊണ്ട് തന്നെ അവർക്ക് ടാഗോറിന്റെ പല സമ്പ്രദായങ്ങളെയും നിരാകരിക്കേണ്ടി വന്നു. ഇവരാരും ടാഗോറിന്റെ ശത്രുക്കളായിരുന്നില്ല. ടാഗോറിനെ വളരെ വലിയ എഴുത്തുകാരനാണെന്ന് കരുതിയ ആളുകൾ തന്നെയായിരുന്നു. വിശേഷിച്ചും അവരിൽ പലരും പിൽക്കാലത്ത് ടാഗോറിനെ കുറിച്ച് ഗംഭീരങ്ങളായ പ്രബന്ധങ്ങൾ, വിഷ്ണുദ എഴുതിയിട്ടുണ്ട്, സുനിൽ ഗംഗോപാധ്യായ എഴുതിയിട്ടുണ്ട്, ഗംഭീരങ്ങളായ പ്രബന്ധങ്ങളും എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ ആരംഭ മുഹൂർത്തത്തിൽ ടാഗോർ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രതിബന്ധം പോലെയായിരുന്നു. അതിനെ എങ്ങനെയെങ്കിലും മറികടന്നേ തീരൂ എന്ന ഒരു തോന്നലുണ്ടായിരുന്നു. ടാഗോർ പ്രധാനമായിട്ടും വിശ്വാസത്തിന്റെ കവിയായിരുന്നു. പലതരം വിശ്വാസങ്ങളുടെ കവിയായിരുന്നു. ദൈവത്തിലുള്ള വിശ്വാസം, പ്രകൃതിയിലുള്ള വിശ്വാസം, മനുഷ്യനുള്ള വിശ്വാസം. ഈ വിശ്വാസങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങിയ ഒരു കാലത്ത് എഴുതാൻ ആരംഭിച്ചവരാണ് പിന്നത്തെ തലമുറയിലെ കവികൾ. അപ്പോൾ വിശ്വാസത്തിന്റെ കവിതയ്ക്ക് പകരം സന്നിഗ്ധതയുടെ, സംശയത്തിന്റെ ഒരു കവിത എങ്ങനെ രൂപീകരിക്കും, എങ്ങനെ ആ തരത്തിലുള്ള പുതിയ സൗന്ദര്യബോധവും ഭാവുകത്വ അന്തരീക്ഷവും കവിതയിൽ സൃഷ്ടിക്കും എന്ന ചോദ്യമായിരുന്നു അവർക്ക് മുന്നിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവർ ടാഗോറിന്റെ വഴി വിട്ട് മറ്റു വഴികൾ അന്വേഷിക്കാൻ ആരംഭിച്ചു. അങ്ങനെയാണ് ബംഗാളി കവിത മാറിയത്. ഈ
കൃത്യത്തെയാണ് പിതൃഹത്യ എന്ന് നാഗരാജും അനന്തമൂർത്തിയും ആ അവതാരികയിൽ വിശേഷിപ്പിക്കുന്നത്. മലയാളത്തിലും ആദ്യം എഴുതിയ ഈ പുതിയ കവികളുടെ മുന്നിൽ പല കവികളെ അവർക്ക് മറികടക്കേണ്ടതുണ്ടായിരുന്നു. പക്ഷെ പ്രധാനമായും നാം പണിക്കരുടെയൊക്കെ അനുഭവം എടുത്ത് നോക്കുകയാണെങ്കിൽ വള്ളത്തോളിന്റെ ഒരു ശൈലിയെ എങ്ങനെ മാറ്റിയെടുക്കാമെന്നതായിരുന്നു വലിയൊരു വെല്ലുവിളി. നിങ്ങൾക്കറിയാം, അയ്യപ്പപ്പണിക്കരുടെ ആദ്യകാല പ്രബന്ധങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഒന്ന് വള്ളത്തോൾ കവിതയെ ഏതാണ്ട് പൂർണ്ണമായി തന്നെ നിരാകരിക്കുകയും വിമർശിക്കുകയും ചെയ്യുന്ന കവിതയാണ്. അദ്ദേഹം തന്നെ, ഞാൻ സുനിൽ ഗംഗോപാധ്യായുടെ കാര്യം പറഞ്ഞ പോലെ, അവസാന കാലത്ത് വള്ളത്തോളിനെ വളരെ സമചിത്തതയോടെ വിലയിരുത്തുന്ന ഒരു ലേഖനവും എഴുതിയിട്ടുണ്ട്. പക്ഷെ ആ കാലത്ത്, എഴുതി തുടങ്ങുന്ന കാലത്ത്, ഈ വള്ളത്തോൾ ശൈലിയിൽ നിന്ന് എങ്ങനെ പുറത്തു കടക്കാം? കാരണം വള്ളത്തോൾ അത്രയധികം ഒരു ശൈലീ നിയന്ത്രണം പാലിച്ച, വിഭിന്ന ശൈലികൾ പരീക്ഷിച്ച, മലയാള കവിതയ്ക്ക് ഒരു വ്യത്യസ്തമായ ശൈലി നൽകിയ, കാവ്യഭാഷയെ തന്നെ സംസ്കൃത മുക്തമാക്കാൻ ആർക്കും കഴിയുകയില്ലെങ്കിലും സംസ്കൃതാംശം കുറച്ചു കൊണ്ടുവന്ന് കൂടുതൽ ചെറുശ്ശേരിയുടെയും മറ്റും തരത്തിലുള്ള ഭാഷയിലേക്ക് അടുപ്പിച്ച ഒരു കവിയായിരുന്നു. അപ്പൊ അതിന്റെ വ്യത്യസ്തമായൊരു ഭാഷ എങ്ങനെ സൃഷ്ടിക്കുമെന്ന ചോദ്യം ഈ പുതിയ കവികളുടെ എല്ലാം തന്നെ മുന്നിൽ കാര്യമായിട്ടും ഉണ്ടായിരുന്നു. ആശാന്റെ കാലം കുറെ കൂടി മുൻപായിരുന്നതുകൊണ്ട് ആശാനായിരുന്നില്ല, അവർ തൊട്ടു മുമ്പിലുണ്ടായിരുന്നു മിക്കവാറും. അന്ന് വളരെയധികം അംഗീകൃതനായിരുന്ന വള്ളത്തോളിനെ പോലെ ഒരു കവിയായിരുന്നു. അപ്പോൾ എങ്ങനെ ആ വഴി വിട്ട് മറ്റു വഴികളിലൂടെ സഞ്ചരിക്കാൻ കഴിയും എന്നൊരു അന്വേഷണം കൂടി അക്കാലത്ത് മലയാള കവിതയിൽ നടന്നു. ആ അന്വേഷണങ്ങളിൽ, പുതിയ പദങ്ങൾ തേടിയുള്ള ഈ നിതാന്തമായ അന്വേഷണങ്ങളിൽ പങ്കാളിയായ ഒരു പ്രധാനപ്പെട്ട കവി എന്ന നിലയിലാണ് ഒരുപക്ഷെ എം എൻ പാലൂരിനെ നാം കാണേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. പാലൂരിന്റെ കവിതയെക്കുറിച്ച് പൊതുവായി എന്തെങ്കിലും പറയുക പ്രയാസമാണ് ഒരർത്ഥത്തിൽ. കാരണം അദ്ദേഹം തന്നെ ക്രമേണ പരിണമിച്ചുകൊണ്ടിരുന്നു. അവസാന കാലമായപ്പോഴേക്കും അദ്ദേഹം മഹാഭാരതാധിഷ്ഠിതമായ ഒരുപാട് കവിതകൾ എഴുതുന്നുണ്ട്. പക്ഷെ അദ്ദേഹം ശ്രദ്ധിക്കപ്പെട്ടത് ആ കവിതകളിലൂടെ എന്നതിനേക്കാൾ ആദ്യകാലത്ത് എഴുതിയ വ്യതിരിക്തങ്ങളായ, ശൈലി കൊണ്ടും സമീപനം കൊണ്ടും വ്യതിരിക്തങ്ങളായ കവിതകളിലൂടെ ആയിരുന്നു താനും. അതുകൊണ്ട് പാലൂരിന്റെ ആ തുടക്കകാലം അത് കുറിക്കുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വിമാനത്താവളത്തിൽ ഒരു കവി പോലുള്ള ഒരു കവിതയാണ്. നിങ്ങൾക്കറിയാം, പാലൂരിന് ജോലി അക്കാലത്ത് വിമാനത്താവളത്തിൽ വണ്ടിയുടെ ഡ്രൈവറായിരുന്നു അദ്ദേഹം ആ കവിത എഴുതുന്ന കാലത്ത്. പിന്നെ അദ്ദേഹം കൂടുതൽ കയറ്റങ്ങൾ കിട്ടി. പക്ഷെ വിമാനത്താവളത്തിൽ തന്നെ വളരെ കാലം അദ്ദേഹം ജോലിയിൽ തുടരുകയും ചെയ്തു. അപ്പോൾ ആ കാലത്ത് വിമാനം, ഈ കാലത്ത് നാം AI ചാറ്റിനെയും മറ്റും വിസ്മയത്തോടു കൂടി നോക്കുന്നത് പോലെ തന്നെ ആയിരുന്നു അക്കാലത്ത് ഒരു നാട്ടിൻപുറത്തുകാരൻ ബോംബെ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയരുന്ന ബോയിങ്ങിനെയും എയർബസിനെയും പലതരത്തിലുള്ള വിമാനങ്ങളെയും ഒക്കെ തന്നെ നോക്കിക്കണ്ടിരുന്നത്. ആ പുതിയ ലോകത്തിന്റെ ഒരു വിസ്മയവും സംഭ്രാന്തിയും എല്ലാം കലർന്ന, അതേസമയം അതിനെ അല്പം നിർമ്മമതയോടെ സമീപിക്കാൻ ശ്രമിക്കുന്ന ഒരു കവിയെയാണ് വിമാനത്താവളത്തിൽ ഒരു കവി പോലുള്ള ഒരു കവിതയിൽ നാം കാണുക. കവിത മുഴുവനുമൊന്നും ഞാൻ വായിക്കണമെന്ന് വിചാരിക്കുന്നില്ല, എങ്കിലും വായിച്ചിട്ടില്ലാത്തവർക്ക് വേണ്ടി. കാരണം എങ്ങനെയോ പാലൂർ മറ്റ് കവികളുടെ അത്ര, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ, പുതിയ കവികൾക്ക് അത്ര പരിചിതനല്ല എന്നൊരു ദുഃഖകരമായ തോന്നൽ എനിക്കുണ്ട്. വിമാനത്താവളത്തിൽ ഒരു കവിയോ ഒരു പേജേ ഉള്ളൂ, ഞാൻ മുഴുവൻ തന്നെ വായിക്കാം. അതിക്രമിച്ചുകൊണ്ടലറിയെത്തുന്നു ധനുജൻ ബൂയിങ്ങും അനുജൻ കോമറ്റും, നിറങ്ങൾ മാറുന്നു നിലപ്പന പോലും നിവർന്നു നിൽക്കുന്നു, നരച്ച രോമങ്ങൾ പറിച്ചെടുത്താരോ കളഞ്ഞ പോൽ വാനിൽ പറന്നു പോകുന്നു മുകിൽ പടർപ്പുകൾ, വലിയ സാഗരം കിടന്നലറുന്നു തിരകൾ കൈകൊട്ടി ചിരിച്ചു തുള്ളുന്നു, പെരിയൊരീ മഹാമനുഷ്യരാശിതൻ നിരയിൽ ഏകനായി വിചാരമൂഢനായി എവിടെയോ വെച്ചു വലിയ പേറിയ വലിയ ദുഃഖത്തിൻ മുഷിഞ്ഞ ഭാണ്ഡവും ചുമന്നേറെ ചുമലിടിഞ്ഞൊരു മഹാവികൃത രൂപമുണ്ട് ഒരു വെറും കവി. അവനിതൊക്കെയും വെറും തമാശയാണ്, അവഗണനയാണ് അവന്റെ കൺകളിൽ.
അവനൊരു വെറും മുഴുപ്പിരിയനെന്ന് അപഹസിക്കുകിൽ അതും ചിതം വരാ. അവൻ 20-ാം ശതകത്തിൽ ഇപ്പോൾ അനാസിനാക്കുന്നു പ്രധാന ഭക്ഷണം. അക്കാലത്ത് വളരെ പ്രശസ്തമായിരുന്ന വരികളാണ്, പ്രത്യേകിച്ച് ഈ അവസാനത്തെ വരികൾ. അനാസിൻ പ്രധാന ഭക്ഷണമാക്കുന്ന, നിരന്തരമായ തലവേദനയുണ്ടാക്കുന്ന ഒരു കാലം, നഗരത്തിന്റെ ഭീഷണങ്ങളായ ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന, അക്കാലത്തെ വലിയ വലിയ ധർമ്മസങ്കടങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന, ഈ രീതിയിലുള്ള അപ്രതീക്ഷിത ദൃശ്യങ്ങൾ ഉണ്ടാക്കുന്ന തലവേദന, ഇങ്ങനെ പല രീതികളിൽ ഈ അനാസിൻ പ്രധാന ഭക്ഷണമാക്കിയ ഈ പുതിയ കവിയെ പലതരത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. വെറും കവി എന്നൊരു വിശേഷമുണ്ട്. അതായത് കവിതയ്ക്കൊന്നും സ്ഥാനമില്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു ജീവിതം ഇതാ വളർന്നുകൊണ്ടിരിക്കുന്നു ഇന്ത്യയിൽ എമ്പാടും, പ്രത്യേകിച്ചും നഗരങ്ങളിൽ എന്നാണ് വെറും കവി എന്ന വാക്കുകൊണ്ട് ഒരു പക്ഷേ അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത്. മറ്റൊരു ഭാഗത്ത് മുഴുപ്പിരിയൻ എന്ന് പറയുന്നു. കാരണം സാധാരണ ആളുകൾ ചിന്തിക്കലിൽ നിന്നും വ്യത്യസ്തമായി ചിന്തിക്കുകയും അവർ കാണുന്ന ദൃശ്യങ്ങൾ പോലും വളരെ വ്യത്യസ്തമായ കോണുകളിൽ നിന്ന് കാണുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് എല്ലാ കവികളും തന്നെ. അപ്പൊ ആ തരത്തിൽ ഈ കാലത്താകട്ടെ ഈ കവി അരപ്പിരിയനായിരുന്ന കവി മുഴുപ്പിരിയൻ തന്നെയായി മാറുകയും ചെയ്തിരിക്കുന്നു. അപ്പം വെറും കവി, മുഴുപ്പിരിയൻ മുതലായ ചില വളരെ സാധാരണമായ പ്രയോഗങ്ങളിലൂടെ എന്താണ് കവിതയ്ക്കും കവിക്കും സംഭവിക്കുന്നത്, എങ്ങനെയാണ് കവിതയെ ഈ പുതിയ ലോകം പാർശ്വവൽക്കരിക്കുന്നത് എന്ന് കാണിക്കാനുള്ള ഒരു ശ്രമം അദ്ദേഹം നടത്തുന്നു. അതോടൊപ്പം തന്നെ പുതിയ കവിതയുടെ നവീന ബിംബങ്ങളുടെ ആവിഷ്കാരവും ഇത്തരത്തിലുള്ള കവിതയിലൂടെ നടക്കുന്നുണ്ട്. പറിച്ചെടുത്താരോ നരച്ചരോമങ്ങൾ പറിച്ചെടുത്താരോ കളഞ്ഞ പോൽ വാനിൽ പറന്നു പോകുന്നു മുകിൽ പടർപ്പുകൾ. ഇതും സാധാരണമായ ഒരു ഇമേജ്, സാധാരണമായ ഒരു ബിംബം അല്ല എന്ന് നമുക്കറിയാം. അതിന് താഴെ ബോംബെയാണത്, വലിയ സാഗരം കിടന്ന് അലറുന്നുണ്ട്, തിരകൾ കൈകൊട്ടിച്ചിരിച്ച് തുള്ളുന്നുണ്ട്. മുകളിലാകട്ടെ ഈ ബോയിങ്ങും കോമറ്റും ഈ വിമാനങ്ങൾ അങ്ങനെ മത്സരിച്ച് അലറി മേഘങ്ങളെ ആക്രമിച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും ചെയ്യുന്നു. അപ്പൊ നഗരത്തിൽ, പ്രത്യേകിച്ചും വിമാനത്താവളത്തിൽ എത്തിപ്പെട്ട നാട്ടിൻ പുറത്തെ ഒരു സാധാരണ മനയിൽ ജനിച്ചു വളർന്ന ഒരാളുടെ ഒരു പരിഭ്രമവും അതോടൊപ്പം തന്നെ അത്ഭുതവും ഒക്കെ ഒരേ സമയത്ത് സംവേദനം ചെയ്യുന്നത് കൊണ്ടാണ് ഒരുപക്ഷെ വിമാനത്താവളത്തിൽ ഒരു കവി പോലുള്ള കവിത അക്കാലത്ത് കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടത് എന്ന് പറയാം. അപ്പോൾ ഇതിലുള്ളത് വാസ്തവത്തിലൊരു ദാർശനികം എന്ന് പറയാവുന്ന ഭാവമാണ്. പാലൂരിൽ ഒരിക്കലും നാം ഉറക്കെയുള്ള നിലവിളിയൊന്നും കാണുകയില്ല. നിലവിളി, ആക്രന്ദനം അദ്ദേഹത്തിന്റെ കവിതയ്ക്ക് തികച്ചും അപരിചിതമാണ്. സംഘർഷമുണ്ട്, ടെൻഷൻ എന്നൊക്കെ നമ്മൾ പറയുന്ന നിശബ്ദമായ സംഘർഷം അദ്ദേഹത്തിന്റെ അനേകം കവിതകളിലുണ്ട്. പക്ഷെ ആ സംഘർഷത്തെ ഉറക്കെയുള്ള ഒരു നിലവിളിയാക്കി അദ്ദേഹം ഒരിക്കലും മാറ്റുന്നില്ലതാനും. ദൈവത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പല കവിതകളുമുണ്ട്. അതിലേറ്റവും പ്രശസ്തമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പേടിത്തൊണ്ടൻ എന്ന കവിതയാണ്. അദ്ദേഹത്തിന്റെ ആദ്യ സമാഹാരത്തിന്റെ പേരും പേടിത്തൊണ്ടൻ എന്ന് തന്നെയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കറുത്ത പുറഞ്ചട്ടയുള്ള ആ ചെറിയ കവിതാ സമാഹാരം. ആ കാലം ഈ ദൈവത്തെക്കുറിച്ചുള്ള ഒരു തരം ഡിസ്കോഴ്സ്, ഒരു വ്യവഹാരം കവിതയിൽ കൊണ്ടുവന്നൊരു പല രീതിയിലാണ് ദൈവത്തെ ആ കാലത്തെ ഏത് കവിയുടെ കവിതയിൽ നോക്കിയാലും ദൈവത്തെക്കുറിച്ചുള്ള ചില പുതിയ കാഴ്ചകളോ വിചാരങ്ങളോ ധ്യാനങ്ങളോ ഒക്കെ കാണാം. ആർ രാമചന്ദ്രന്റെ ദിവ്യദുഃഖത്തിന്റെ നിഴലിൽ എന്ന കവിത നിങ്ങൾ ചിലരെങ്കിലും ഓർമ്മിക്കുന്നുണ്ടാവും. അതിൽ ഏകാഗിയും വിഷാദിയുമായ ഒരു ദൈവത്തെക്കുറിച്ചാണ് ആർ രാമചന്ദ്രൻ സംസാരിക്കുന്നത്. ഈ പേടിത്തൊണ്ടൻ പോലുള്ള ഒരു കവിത അതില് പേടിത്തൊണ്ടനായ ഒരു ചക്രവർത്തിയായിട്ടാണ് ദൈവത്തെ ആവിഷ്കരിക്കുന്നത്. ആകാശം ഒരു കൊറ്റക്കുടയാണ്, അതിന്റെ കീഴിൽ ചക്രവാളം എന്ന് പറയുന്ന സിംഹാസനത്തിൽ പേടിത്തൊണ്ടനായി ഹുക്കയും വലിച്ചുകൊണ്ട് മുഗൾ വംശ ചക്രവർത്തിമാരെ പോലെ പ്രപഞ്ചം ഭരിക്കാനിരിക്കുന്ന ഒരാളായിട്ടാണ് അതിൽ ദൈവത്തെ പാലൂർ അവതരിപ്പിക്കുന്നത്. ആ രാജാവിന്റെ 2 മന്ത്രിമാരാണ് ചന്ദ്രനും സൂര്യനും. അവർ വളരെ കർമ്മോന്മുഖരായി കർത്തവ്യം നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവരെക്കുറിച്ച് എന്നും സംതൃപ്തനാണ് ഈ പേടിത്തൊണ്ടനായ ചക്രവർത്തി.
അപ്പോ മേഘമാലയാം പുകതുപ്പിയും താരങ്ങളാം മോഹിനിമാരെ കൊണ്ട് നർത്തനം ചെയ്യിപ്പിച്ചും സ്വാദുജീവിതം നുണഞ്ഞിരിക്കും അദ്ദേഹത്തെ ഭീതി കൊണ്ടാകാം പുറത്തെങ്ങുമേ കാണുന്നില്ല. അകത്തെ എപ്പോഴും നർത്തകിമാരാൽ പൊതിയപ്പെട്ട് ആഹ്ലാദിച്ച് ജീവിക്കുന്നതായി തോന്നുന്നുണ്ടെങ്കിലും പുറത്തിറങ്ങാൻ ഈ പ്രപഞ്ച ചക്രവർത്തിക്ക് വളരെ പേടിയാണ്. അതിനെന്താ കാരണം? തനിച്ചെങ്ങാൻ പുറത്തിറങ്ങിപ്പോയാൽ നരർ ആഹുതി ചെയ്യാൻ മടിക്കില്ല രോഷാഗ്നിക്കുള്ളിൽ. എന്തുകൊണ്ടെന്നോ പുകവലിക്കാൻ ഹുക്കയ്ക്കുള്ളിൽ തന്തിരുവടി ജീവകോടികൾ എരിക്കുന്നു. ഈ സുൽത്താൻ ഹുക്ക വലിക്കുന്നത്, ആ ഹുക്കയിൽ ഇടുന്നത് മനുഷ്യരുടെ ജീവനുകളാണ്. അത്തരത്തിലുള്ള ഒരു ദുഃഖത്തിൽ ആഹ്ലാദം കണ്ടെത്തുന്ന സൈഡിസ്റ്റ് എന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള ഒരു ചക്രവർത്തി പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ മനുഷ്യർ കൊന്നുകളയും എന്ന ആ ഭീതി കൊണ്ടാണ് ദൈവം പേടിത്തൊണ്ടനായത് എന്ന് ആ കവിതയിൽ അദ്ദേഹം പറയുന്നുണ്ട്. മറ്റൊരിടത്തും ഗതികെട്ട ഈശ്വരൻ എന്ന ഒരു കവിതയുമുണ്ട്. അക്കാലത്ത് ഏതാണ്ട് ആ കാലത്ത് തന്നെ എഴുതിയ മറ്റൊരു കവിതയാണ്. അതൊരു ഇങ്ങനെയാണ് പോകുന്നത്. തറ്റുടുത്തൊരു മഹാമുനിശുണ്ടിക്കാരൻ തീരത്തോറ്റു ഞാൻ മേശാന്തിയെക്കൊണ്ട് മൽഭക്തന്മാരെ. മേശാന്തിയെക്കുറിച്ച് പരിഭവം പറയുന്ന ഒരു ദൈവമാണ് ഇവിടെ. കാരണം രാവിലെ തണുപ്പുള്ള വെളുപ്പിന് വന്ന് എന്നെ കുളിപ്പിക്കും, നിത്യവും കുളിപ്പിക്കും 7:30 വെളുപ്പിന് ഈ മർത്യൻ ഈ തണുപ്പത്ത് മരവിക്കയില്ലെന്നോ. ഈ മർത്യൻ എന്നാണ് ദൈവം സ്വയം വിശേഷിപ്പിക്കുന്നത്, മരിച്ചു പോകുന്നവൻ. അപ്പൊ ദൈവത്തിന്റെ നശ്വരത എവിടെയോ, അമർത്യത എവിടെയോ അങ്ങനെ ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോ എന്റെ ചുറ്റും നെയ്വിളക്കുകളൊക്കെ ഒരുപാട് കത്തിച്ചു വെച്ചിട്ടുണ്ട്, 101 തിരിയിട്ട് നെയ്വിളക്കുകളുണ്ട്. പക്ഷെ എന്നാലും ഞാൻ ചുറ്റും കാണുന്നത് ഇരുളാണ്. അതുകൊണ്ട് എന്റെ ഈ മേൽശാന്തി അന്ധനാണ്, ക്രൂരനാണ്. എനിക്കൊരു നർക്കില പോലും കിട്ടില്ല. പക്ഷെ എന്നാൽ ഈ കൊതി മൂപ്പിക്കാൻ വേണ്ടി എല്ലാ ദിവസവും കൊണ്ടുവന്ന് കുറെ നിവേദ്യങ്ങൾ, പായസവും വഴിപാടുകളും ഒക്കെ എന്റെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. എന്നിട്ട് എടുത്തുകൊണ്ട് പോവുകയും ചെയ്യുന്നിട്ട് ബാക്കിയുള്ളവർക്ക് കൊടുക്കും, അല്ലെങ്കിൽ അവനവൻ കഴിക്കും. പക്ഷേ ദൈവത്തിന് ഒരു തരി പോലും അതൊന്നും കിട്ടുകയുമില്ല. അങ്ങനെ ഇരുത്തി പൂജിക്കുകയാണ് എന്നെ. ശ്രീകോവിലിന് പുറത്ത് കടക്കാനും സമ്മതിക്കില്ല. അവിടെ സാധാരണ മട്ടില് അവിടെ ഇരുത്തി തന്നെ പൂജിപ്പിക്കുക. അത് വളരെ കാലമായിട്ട് ഈ പൂജ തുടരുന്നുമുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്കൊന്ന് പുറത്തു പോയാൽ കൊള്ളാമെന്നുണ്ട്, വല്ലതും പണി ചെയ്ത് ജീവിക്കണമെന്നുണ്ട്. പക്ഷെ അതൊന്നും തന്നെ ഈ മേൽശാന്തി സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് ഈ നൂറ്റാണ്ടിന്റെ വിഡ്ഢിത്തങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരുപക്ഷെ എന്നെ ഇവിടെ അദ്ദേഹം കൊണ്ട് കുടിവെച്ചിട്ടുള്ളത് എന്നും പറയുന്നുണ്ട്. അപ്പൊ സാക്ഷാൽ ദൈവം തന്നെയാണ് ഞാൻ എന്നും ഭക്തദാസനാണല്ലോ. ഭക്തരിൽ ഭക്തന്മാരായുള്ളവരാരും തന്നെ ഭക്തദാസനെപ്പറ്റി ഓർത്തതില്ലപ്പോൾ. എന്നാൽ എത്രയും നിരീശ്വരവാദിയാം ഒരു കവി മാത്രം ഇങ്ങനെ ചൊല്ലി, ഞാനിതിൽ ഖേദിക്കുന്നു. അങ്ങയെ സഹായിക്കാൻ സാധ്യമല്ലിപ്പോൾ. എന്നാൽ അങ്ങൊരു മനുഷ്യനായി പിറന്നാൽ ശ്രമിക്കാം ഞാൻ. അപ്പൊ ദൈവം എന്നുള്ള നിലയ്ക്ക് ഇങ്ങനെ വലിയ ഒരു ഇതായിട്ടിരിക്കുകയാണെങ്കിൽ, ദൂരെ അമൂർത്തമായ എന്തോ ഒരു സങ്കല്പമായിരിക്കുകയാണെങ്കിൽ എനിക്ക് വളരെ സഹായിക്കാൻ പറ്റില്ല. പക്ഷേ മനുഷ്യരുടെ രൂപം കൊണ്ട് സാധാരണ മർത്തിനായി ഈ ഭൂമിയിൽ നടക്കാൻ തയ്യാറാണെങ്കിൽ ഒരുപക്ഷെ എനിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സഹായം ചെയ്യാൻ, അങ്ങയ്ക്ക് സഹായം ചെയ്യാൻ കഴിഞ്ഞേക്കും. ഇത് ദൈവത്തെക്കുറിച്ച് തന്നെയുള്ള അദ്ദേഹത്തിന്റെ മറ്റൊരു കോണിൽ നിന്നുള്ള കാഴ്ചപ്പാടാണ്. അപ്പൊ അനേകം കവിതകളിൽ സൂര്യൻ, ചന്ദ്രൻ, ആകാശം, ദൈവം, ഇങ്ങനെ ഭൂമിയിൽ നിന്നും അകന്നുള്ള സങ്കല്പങ്ങൾ പലരുടെ പല കവിതകളിലും വീണ്ടും വീണ്ടും കടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിതകളിൽ ഒന്ന് ഉഷസ് എന്ന കവിതയാണ്. അത് അതിമനോഹരമായ കവിതകളിലൊന്നുമാണ് അത്, നിശ്ചയമായിട്ടും. അത് ഞാൻ മുഴുവൻ വായിക്കുന്നൊന്നുമില്ല, 2-3 പേജിലെ കവിതയാണ്. അതിൽ ചില വരികൾ ഉഷസ്സേ, പ്രഭാതത്തെക്കുറിച്ചുള്ളൊരു ഗംഭീരമായ സ്തുതിയാണ്, കീർത്തനമാണ് ആ കവിത എന്ന് പറയാം. ഉഷസ്സേ മനുഷ്യന്റെ സൗന്ദര്യ സങ്കല്പമാകെ കുഴച്ചാരു നിർമ്മിച്ചു നിന്നെ, വെളുക്കുന്നതിന് മുമ്പെഴുന്നേറ്റു മുങ്ങിക്കുളിച്ചെത്തിടും നിത്യചൈതന്യമേ, സത്യസൗന്ദര്യമേ, സാരസർവസ്വമേ, കത്തുമഗ്നിക്കു തുല്യം ജ്വലിക്കുന്ന നിൻ രാഗപൂരങ്ങൾ ഈ ജീവജാലങ്ങളിൽ രോമഹർഷങ്ങൾ എന്നും വളർത്തുന്നു നീ ധർമ്മപത്നിക്കു തുല്യം. ഇരുട്ടെങ്ങുപോയി
പായയെല്ലാം ചുരുട്ടുന്നു ചുറ്റും വെളിച്ചം വെളിച്ചം. അതും ഒരു പുതിയ ഒരു ബിംബം തന്നെയാണ്. പായ ചുരുട്ടുന്ന, ഇരുട്ടിങ്ങനെ പായ ചുരുട്ടി പോവുകയും വെളിച്ചം ക്രമേണ കടന്നു വരികയും ചെയ്യുന്നത്. അത് ആ ഉഷസ്സിനെ നോക്കി തൻ്റെ ഹതാശമായ ജീവിതത്തിൽ എന്തെങ്കിലും ആശ്വാസം, ഒരു ചെറുകിരണമെങ്കിലും അതിൽ നിന്ന് കിട്ടുമോ എന്ന് അന്വേഷിക്കുകയാണ് പാലൂര്. നിർത്തട്ട ഞാനൻ മഹാമോഹഭംഗസ്വരം പൊന്നുഷസ്സേ വരൂ നിന്നിൽ നിന്നും കൊളുത്തട്ടെ പത്തല്ല നൂറല്ല കത്തിജ്വലിക്കുന്ന പന്തങ്ങൾ എൻ പിന്മുറക്കാർ. വരും ഞാൻ അവർക്കായി വഴിക്കൊക്കെ ഓരോ വെറും മൺചിരാതെങ്കിലും വെച്ചു പോകാം. അതാണെന്റെ മോഹം, അതാണെന്റെ ദാഹം, അതാണെന്റെ ജീവന്റെ ശക്തിപ്രവാഹം. അപ്പോൾ ഇവിടെ ഒരു മോഹമുക്തനായ ഒരു കവിയെ അല്ല കാണുക, വരുന്ന തലമുറകൾക്ക് വേണ്ടി ഒരു നെയ്ത്തിരിയെങ്കിലും കത്തിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കവിയാണ്. ഇത് ആ കാലത്തെ കവിതയിൽ ഏത് കവിയുടെ കവിതയിൽ എഴുതിയാലും ഇത് കാണാൻ കഴിയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൂജ എഴുതിയ അയ്യപ്പ പണിക്കർ തന്നെയാണ് അഗ്നിപൂജ പോലുള്ള ഒരു കവിത എഴുതുന്നത്, അല്ലെങ്കിൽ പ്രിയതമേ പ്രഭാതമേ പോലുള്ള ഒരു കവിത എഴുതുന്നത്. അപ്പോൾ ഈ മാറി മാറി വരുന്ന ഈ നിരാശതയുടെയും പ്രത്യാശയുടെയുമായ മുഹൂർത്തങ്ങൾ കവിതയിൽ എങ്ങനെ ആവാഹിക്കാമെന്ന്, അതിനാവശ്യമായ രീതിയിൽ എങ്ങനെ കവിതയുടെ വരികളെ, ഭാഷയെ, ശൈലിയെ, ബിംബങ്ങളെ മാറ്റിയെടുക്കാമെന്ന് അക്കാലത്തെ പല കവികളെയും പോലെ പാലൂരും ആലോചിച്ചിരുന്നു എന്നർത്ഥം. കഥകളിയുടെ ബിംബം ഉപയോഗിച്ചുകൊണ്ട്, നളചരിതത്തിന്റെ ബിംബം ഉപയോഗിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു കവിതയുണ്ട്, ബാഹുകൻ എന്ന പേരിൽ. ഇതിലെല്ലാ കവിതകളെ കുറിച്ചൊന്നും ഞാൻ പറഞ്ഞു പോകുകയല്ല, ഞാൻ ചില ഉദാഹരണങ്ങൾ എടുത്ത് കാണിക്കുക മാത്രമാണ്. അതൊരു ദീർഘമായ കവിതയാണ്. കഥ നൈഷധം. 2-ാം ദിവസം നളനീ ഞാൻ കലി കുഞ്ഞപ്പൻ കുഞ്ചു പുഷ്കരൻ. നിങ്ങൾക്കറിയോന്നറിയില്ല, അദ്ദേഹത്തിന്റെ പാലൂർ കഥകളി പഠിച്ച ഒരാളായിരുന്നു. കഥകളി പഠിക്കുകയും കഥകളിയിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഈ നളനായിട്ട് അഭിനയിക്കുന്നത് കവി തന്നെയാണ്. കുഞ്ഞപ്പൻ കലിയായിട്ട്, കുഞ്ചു പുഷ്കരനായിട്ട്, അനുജൻ ദ്വാപരനായിട്ട്, പിന്നെ ദമയന്തി നീ എന്ന് പറയുന്ന ഏതോ സ്ത്രീ. പാട്ടുകാരികൾ ഏടത്തിമാർ, അമ്മയും അമ്മാമിയും. വീട്ടുകാർ തന്നെയാണ് കളിക്കുന്നത്. വീട്ടുകാരും കൂട്ടുകാരും ചേർന്നിട്ടുള്ളൊരു ഒരു കളിയാണ് അതിൽ മുഴുവൻ തന്നെയുള്ളത്. അങ്ങനെ അരങ്ങ് തകർത്ത് അവരാടുന്നു. ആ കാലത്തെക്കുറിച്ച് ഒരുപാട് ഓർമ്മകൾ അതിൽ വരുന്നുണ്ട്. തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചേനവയ്ക്കലാണെന്ന് നിന്നോട് വിനോദം, ഞാൻ ആനയെക്കുറിച്ച് അറിവുള്ളവൻ അന്തസ്സോടെ ഒരു കൊമ്പനെപ്പോലെ മുന്നടന്നപ്പോൾ ശുദ്ധഗതിയാൽ നീ അന്ന് എന്നെ ചേന വെച്ചില്ലേ മെല്ലെ. ചേന വയ്ക്കുക എന്നുള്ളത് അവിടെ ഒരു ശൈലി കൂടിയാണ്. അടിതെറ്റിയാൽ ആന കൂടിയും വീഴും, ഞാനന്ന് അവിടുന്ന് എഴുന്നേറ്റ് നിന്നുടെ കരണത്തായി ആഞ്ഞടിച്ചപ്പോൾ അപരാധബോധത്തോടൊപ്പം കൺകളിൽ കണ്ടേൻ സ്നേഹത്തിന്റെ മറ്റൊരു ലോകം. അപ്പോ ഒരു കുറ്റബോധമുണ്ട്, അതേസമയത്ത് പ്രണയവുമുണ്ട്. അപ്പൊ ഈ ശിക്ഷ ആത്യന്തികമായി അവളിൽ ഉണർത്തുന്നത് സവിശേഷമായൊരു വാത്സല്യം കൂടി ആണ് എന്ന് പറയാം. ഒരു സഹോദരന്റെയോ പിതാവിന്റെയോ ശിക്ഷയെപ്പോലെ ആ ശിക്ഷ അവൾ സ്വീകരിക്കുന്നത് കാണുന്നു. പിന്നീട് അവൾ വളരുന്നു. പിന്നെയോ കൈതപ്പൂവിൻ ഗന്ധമായി നീ മുകിലൊന്നാകെ നിൻ കേശത്തിൽ സ്ഥിരതാമസമായി. അതും അതിമനോഹരവും അതിനവീനവുമായ ഒരു ബിംബമാണ്. നീ കൈതപ്പൂവിൻ ഗന്ധമായി, നിനക്ക് കൈതപ്പൂവിന്റെ ഗന്ധമായി എന്നല്ല പറയുന്നത്, കൈതപ്പൂവിൻ ഗന്ധമായി നീ മുകിലൊന്നാകെ നിൻ കേശത്തിൽ സ്ഥിരതാമസമായി. അങ്ങനെ ഒരു മുടി, ധാരാളം നീണ്ട മുടിയുള്ള ഒരു സുന്ദരിയായി കൈതപ്പൂവിന്റെ ഗന്ധമായി അവൾ മാറുന്നു. അതോടുകൂടി കളിക്കാൻ അവൾ കൂടെ വരാതാകുന്നു. പൊട്ടിച്ചിരിക്കാറില്ലെന്നായി നീയാകെ മാറിപ്പോയി. എൻ മുഖത്തു നീ നേരെ നോക്കാതായി, ആരോടും പണ്ടെന്നപ്പോൾ സംസാരിച്ചു നിൽക്കാനും കൂട്ടാക്കാതായി. അങ്ങനെ ഒരു പെൺകുട്ടിയുടെ വളർച്ചയുടെ അനേകം ഭാവങ്ങളും അത് അവളിലുണ്ടാക്കുന്ന, അവളുടെ ജീവിതത്തിലും ചലനത്തിലും എല്ലാം ഉണ്ടാക്കുന്ന മാറ്റങ്ങളും വളരെ സൂക്ഷ്മമായി പിടിച്ചെടുക്കാനുള്ള ഒരു ശ്രമം നടക്കുന്നു. ഇതിന്റെ ആ കവിത അവസാനിക്കുന്നത്, ഈ കുതിരകൾ എന്റെ ചൊൽപ്പടിക്കല്ല, രഥമെത്തുകിൽ ഒരിടത്തും ബാഹുകനല്ലല്ലോ ഞാൻ. ഈ വെറും വേഷം വലിച്ചെറിഞ്ഞ് ഞാനാ സ്വർഗഭൂമിയിൽ നിന്നെ കാത്തുകാത്തിരുന്നിടാം മുഖേ. അപ്പോ ഈ ദമയന്തി
നിരാകൃത എന്ന് പറഞ്ഞുകൂടാ, പക്ഷെ ആ ദമയന്തി ഇല്ലാത്ത ഒരു നളൻ, ബാഹുകനായി വീണ്ടും നളനാകാൻ കഴിയാത്ത ഒരു നായകൻ ആയി ഈ കവി മാറുകയും ഒരു പക്ഷേ ഈ ലോകത്ത് ഒരിക്കലും നീ എന്റേതോ ഞാൻ നിന്റേതോ ആവുകയില്ല, അതുകൊണ്ട് സ്വർഗത്തിൽ ചെന്ന് ഞാൻ നിന്നെ കാത്തിരിക്കാമെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കവിതയാണത്. അതുപോലെ ഒരു അത്ര പ്രശസ്തമാണ് വലിയ ഹോട്ടൽ എന്നുള്ള കവിത. പ്രപഞ്ചത്തെ ഒരു വലിയ ഹോട്ടലായി സങ്കല്പിക്കുന്ന കവിതയാണ് അത്. ഉഷസ് ആ ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റാണ്, ആളുകളെ സ്വീകരിക്കുന്ന സ്ത്രീ ഉഷസ്സാണ്. ഋതുക്കൾ അതിലെ വിളമ്പുകാരാണ്, മാറി മാറി വരുന്ന കാലങ്ങൾ അല്ലെങ്കിൽ ഋതുക്കൾ വിളമ്പുകാരാണ്. അമ്പിളി മദ്യചഷകമാണ്. അങ്ങനെ അവിടെ ബില്ലടയ്ക്കാൻ കഴിയാത്ത ആളുകളാണ് ഒരുപാട് മനുഷ്യർ ഈ വലിയ ഹോട്ടലിൽ ജീവിക്കുകയും എന്നാൽ അതിന്റെ ബില്ല് അടച്ചു തീർക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന, അതായത് നിരന്തരമായി ഇല്ലായ്മയിൽ ദാരിദ്ര്യത്തിൽ കഴിയേണ്ടി വരുന്ന, എന്നാൽ ഈ മഹാത്ഭുതങ്ങൾക്കിടയ്ക്ക് ജീവിക്കേണ്ടി വരുന്ന ഒരുപാട് മനുഷ്യരുടെ ദാരുണമായ വിധിയെക്കുറിച്ചുള്ള ഒരു കാരുണ്യപൂർണമായ വിചിന്തനം ആ തരത്തിലുള്ള ഒരു വലിയ ഹോട്ടൽ പോലുള്ള ഒരു കവിതയിൽ നമുക്ക് കാണാനാകും. അങ്ങനെയുള്ള ഒരുപാട് കവിതയുണ്ട്. വോട്ട് ഹൗസ് റോട്ടിൽ നിന്നുള്ള കവിതയിലും കവിതയുടെ അവസാനം മരണം വീണ്ടും വീണ്ടും വരുന്നുണ്ട് ഈ കവിതയിൽ പല രീതികളിൽ. വിശേഷിച്ചൊരർത്ഥവുമില്ലെങ്കിലും ആ വെളിച്ചത്തിൽ വിശിഷ്ടമൻ ജന്മമെന്ന് നനച്ചുപോയി ഞാൻ, മണിയടിച്ചറിയിപ്പൂ യുവാ ഒരാൾ ഹൃദയത്തിൽ, സമയമായി മരണത്തിൻ മണിമുഴക്കം, ജപമാല എടുക്കുവാൻ മറന്നുപോയതു മൂലം ജയിലുകൾ നിർമ്മിക്കുന്നു ഹൃദയങ്ങളിൽ. വളരെ സംക്ഷിപ്തമായി നമ്മുടെ കാലത്തിന്റെ വൈരുദ്ധ്യത്തെ ആ 2 വരികൾ ആവിഷ്കരിക്കുന്നുണ്ട് എന്ന് പറയാം. ജപമാല എടുക്കാൻ മറന്നതുകൊണ്ട് ജയിൽ നിർമ്മിച്ചു കളയാമെന്ന്, ഹൃദയങ്ങളിൽ ജയിലുകൾ നിർമ്മിച്ചു കളയാമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ. അതായത് ആത്മീയതയോ നൈതികതയോ പൂർണ്ണമായും വിസ്മരിക്കപ്പെട്ട ഒരു കാലത്ത് ലോകം മുഴുവൻ തന്നെ ജയിലായി മാറുകയോ മനുഷ്യരുടെ ഹൃദയങ്ങൾ ജയിലുകളായി മാറുകയോ ചെയ്യുന്നു എന്ന് തന്റെ നീതിബോധത്തെയും ആത്മീയതയെയും പാലൂർ മനോഹരവും സംക്ഷിപ്തവുമായി ആവിഷ്കരിക്കുന്നുണ്ട് ആ തരത്തിലുള്ള ഒരു കവിതയിൽ. ദുഃഖം പല അവതാരങ്ങളിൽ പാലൂരിന്റെ കവിതയിൽ വരുന്നുണ്ട്. ഇപ്പോ പഴയ പാട്ട് എന്ന കവിത, ഒരുപാട് കവിതകളുണ്ട്. പഴയ പാട്ട്, നെടുവീർപ്പ്, തീർത്ഥയാത്ര എന്നുള്ള കവിത, പാലൂരിന്റെ പാട്ട് എന്നുള്ള കവിത, ഉയിർത്തെഴുന്നേൽപ്പ് എന്നുള്ള കവിത, ഇവയെല്ലാം തന്നെ വായിച്ച് വിവരിക്കാൻ ഒന്നുമുള്ള ഒരു സമയം എനിക്കുണ്ടെന്ന് തോന്നുന്നില്ല, നിങ്ങൾക്കുണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ കവിതകളിലൊക്കെ പൊതുവായുള്ളത് പലപ്പോഴും ഈ ജീവിത ദുഃഖങ്ങളെക്കുറിച്ചുള്ള ആഴമേറിയ ഹൃദയസ്പർശിയായ നിരീക്ഷണങ്ങൾ ആണ്. ഇപ്പോ പഴയ പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ചുമരുകൾ തോറും രക്തം ചുവയ്ക്കുന്ന പരസ്യങ്ങൾ, ചുമലുകൾ വ്രണിതങ്ങൾ ദുഃഖഭാരത്താൽ, ശവപ്പറമ്പിനെ നോക്കി കുതിക്കുന്നോർ, എന്നാൽ എല്ലാം ശവപ്പറമ്പിലാണെന്ന് ധരിച്ചിടുന്നോർ, ഇരവാകും കൊമ്പനാനപ്പുറത്തേറി വരുന്നവർ, ഇടിമിന്നൽ മൂലം കണ്ണുമഞ്ഞളിച്ചവർ. ഇങ്ങനെയാണ് മനുഷ്യരെക്കുറിച്ച് ആദ്യം അദ്ദേഹം കാണുന്നത്. പിന്നീട് ലോകത്തെക്കുറിച്ച് പറയുന്നു: നിവർന്നൊന്ന് കിടന്നൽപ്പം വിശ്രമിക്കാനിടമില്ല, നിരപ്പല്ലി ലോകം ഗോളാകൃതിയിലല്ലേ. അതിൽ ഒരു സവിശേഷമായ നമ്പൂതിരി നർമ്മം എന്ന് തന്നെ പറയാവുന്ന ഒരു പ്രത്യേകതരം ഹാസ്യമുണ്ട്. ലോകം ഇങ്ങനെ ഉരുണ്ടിരിക്കൽ നിവർന്നൊന്ന് കിടക്കാൻ പോലും പറ്റില്ല. അത് കാരണം വിശപ്പാളും കൺകളോടെ വഴിവൃക്ഷക്കൊമ്പുകളിൽ ഇരിപ്പുണ്ട് കാകന്മാരും കഴുകന്മാരും എന്നാണ് ഇയാള് വിശപ്പോട്ട് മരിച്ചു വീഴുന്നത് എന്ന് കാത്തിരിക്കുകയാണ് ഈ പക്ഷികൾ. നിർത്തികിക്കളി കഷ്ടം മടുത്തുപോയല്ലോ, നിലവിളക്കിലെ എണ്ണ വറ്റിത്തുടങ്ങിയല്ലോ, അടിയന്റെ തലമുറ അടിയറവായി, വിട തരില്ലേ സങ്കടമാണി പരീക്ഷണങ്ങൾ. എൻ്റെ തലമുറയുടെ കാലം കഴിയായി, ഞാനിതാ വിട പറയുകയാണ്, ഇനിയെങ്കിലും ഈ സങ്കടത്തിന്റെ ദുഃഖത്തിന്റെ പരീക്ഷണങ്ങൾ തുടരല്ലേ എന്ന അഭ്യർത്ഥനയിലാണ് ആ തരത്തിലൊരു കവിത അവസാനിക്കുന്നത്. വാർദ്ധക്യത്തെക്കുറിച്ചുള്ള വിചാരങ്ങളും വീണ്ടും വീണ്ടും വരുന്നത്. ഇപ്പൊ നെടുവീർപ്പ് എന്ന കവിതയുടെ ഈ അവസാനത്തെ വരികൾ ഇങ്ങനെയാണ്: പലമാതിരി വേഷം കെട്ടി പലതാളത്തിൽ തുള്ളി, പലരും പരിഹാസശരങ്ങൾ പറഞ്ഞു തുടങ്ങി ഭാരം,
അരുതാത്തത് കേട്ടു കണ്ണുകൾ കാണരുതാത്തത് കണ്ടു, നരജീവിതമാകിയ ദുഃഖം അസഹ്യം പിന്നെ അസത്യം. ഇങ്ങനെ ജീവിതത്തിന്റെ ഈ പല രീതിയിലുള്ള വ്യസനങ്ങളിലേക്കുള്ള ഒരു നോട്ടം എക്കാലത്തും പാലൂർ അവസാനം വരെ സൂക്ഷിച്ചിരുന്നു. പിന്നീട് അദ്ദേഹം ആ വ്യസനത്തിൽ നിന്ന് ക്രമേണ ഒരു ദർശനം സൃഷ്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അവസാന കവിതകൾ മഹാഭാരതത്തിലെ പല ഭാഗങ്ങളുടെയും പുനരാഖ്യാനങ്ങൾ പോലെയായിരുന്നു. ക്രമേണ ഒരുപക്ഷെ ഈ ദുഃഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വേദാന്തം അന്വേഷിച്ചാകാം, അല്ലെങ്കിൽ സംഘർഷത്തിന്റെ കൂടുതൽ ഭീഷണമായ ഭൂമികകളിലേക്ക് സഞ്ചരിച്ച് അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസത്തിന്റെ ഒരു കണിക കിട്ടുമോ എന്ന അന്വേഷണത്തിലൂടെ ആകാം അദ്ദേഹം ആ അവസാന കവിതകളിൽ എത്തിച്ചേർന്നത് എന്ന് അവ വായിക്കുമ്പോഴൊക്കെ തന്നെ എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെ തീർത്ഥയാത്ര എന്ന കവിതയുടെയും അതും വളരെ നീണ്ട കവിതയാണ്. അതെ, അതിന്റെ അവസാനം എങ്ങനെയാണ്? കടലിനടുക്കൊലിച്ചെത്തിയ നാം അന്യോന്യം കവിതയെ മുങ്ങിച്ചാകാൻ തങ്ങളിൽ പിടികൂടി. ഉപ്പുവെള്ളമാണെങ്ങും കടലുഗ്രമാം ഫണം വിടർത്താടി നമ്മുടെ ചുറ്റും. യാത്രയിങ്ങനെ നടുക്കടലിൽ മുങ്ങിച്ചാകാൻ മാത്രമാണെന്നോ പടുവൃദ്ധനെ ഓർത്തു നമ്മൾ. അപ്പോൾ ഒരു കടലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടികൂടി രണ്ടുപേർക്കും രക്ഷയില്ലാതെ ആക്കുന്ന രീതിയിലുള്ള ഈ ജീവിതത്തിന്റെ അന്യോന്യ സംഘർഷങ്ങളെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച ആ തരത്തിലുള്ള വരികൾ നമുക്ക് നൽകുന്നത് കാണാം. പാലൂരിന്റെ പാട്ട് പോലുള്ളൊരു കവിത അവസാനിക്കുന്നത് റോഡുകളെല്ലാം വീടണയുന്നൊരു നാടുണ്ടെങ്ങാണാവോ, ജീവൻ കോടിയുഗങ്ങളിലൂടെ ഇലക്ട്രോൺ കമ്പിയിലേറിപ്പായും പോലെ. ചൂട് പിടിപ്പിക്കുന്നു നമ്മൾ, തണുപ്പിക്കുന്നു, കത്തിക്കുന്നു, നാടുകൾ നിർമ്മിക്കുന്നു, നാടിമിടിപ്പുകൾ തട്ടിയുണർത്തിയിടുന്നു. അപ്പൊ റോഡുകളെല്ലാം വീടണയുന്നൊരു നാടുണ്ട് എങ്ങാണാവോ. ആ വീടാണ്, ആ തരത്തിലുള്ള ഒരു നാടാണ് അദ്ദേഹം അന്വേഷിക്കുന്നത്. എല്ലാ റോഡും വീട്ടിലേക്ക് നയിക്കുന്ന, എല്ലാ തരത്തിലും ദുഃഖങ്ങളും സുഖങ്ങളും എല്ലാം തന്നെ ഏതോ തരത്തിൽ ആത്യന്തികമായ വിശ്രാന്തിയിലേക്ക് നയിക്കുന്ന ഒരു ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നം, അല്ലെങ്കിൽ ഒരു ലോകത്തെക്കുറിച്ചുള്ള സ്വപ്നം ആ തരത്തിലുള്ള ഒരു കവിതയിൽ മുഴങ്ങി നിൽക്കുന്നത് നാം കാണുന്നുണ്ട്. അപ്പോൾ പലതും വളരെ വൈയക്തികമായ കവിതകളുമുണ്ട്. ഒരു അനുജത്തിയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു കവിതയാണ് ഉയിർത്തെഴുന്നേൽപ്പ് എന്ന കവിത. അനിയത്തിയുടെ മരണത്തെക്കുറിച്ചുള്ള ഒരു കവിത വളരെയധികം സെന്റിമെന്റൽ ആകും എന്നാണ് നാം പലപ്പോഴും കരുതുക. പക്ഷെ അങ്ങനെയല്ല, നേരെ മറിച്ച് അതിനെ ഒരു പ്രത്യേകതരം നിസ്സംഗതയോടുകൂടി ഒരു സർറിയൽ എന്ന് പറയാവുന്ന അതിയാഥാർത്ഥ്യത്തിന്റെ കാഴ്ചപ്പാടോടുകൂടി കാണുകയും ആ സഹോദരി തിരിച്ചു വരുന്നതായി സ്വപ്നം കാണുകയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു കവിതയാണ് അത്. ഒരു സാധാരണ ഒരു എലജി അല്ലെങ്കിൽ വിലാപകാവ്യമല്ല അത്. നേരെ മറിച്ച് ഈ ദുഃഖത്തെ സ്വപ്നമാക്കി മാറ്റുന്ന ഒരു മന്ത്രവാദം ആ കവിതയിൽ സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാനും കഴിയും. അതുപോലെ ഒരുപാട് ആഖ്യാന കവിതകളുണ്ട്. മർലിൻ മൺറോ എന്നൊരു കവിതയുണ്ട്, ഒരു നാരായണക്കുട്ടിയുടെ കഥ പറയുന്ന ഒരു കവിതയാണത്. അപ്പോ അതുപോലെ ഒരു കത്ത്, തത്വജ്ഞാനം, ശീലസമരം, സാരോപദേശം, ഇങ്ങനെയുള്ള ഒരുപാട് ഈ തരത്തിലുള്ള കവിതകളും മൂല്യ അന്വേഷണങ്ങളും പിൽക്കാലത്ത് കൂടുതലായി ശക്തമായി വരുന്നത് നാം കാണുന്നുണ്ട്. അനേകം മൂല്യോപദേശങ്ങളുടെ ഭാരതീയ ചിന്തയിലേക്ക്, പ്രാചീന ഭാരതീയ ചിന്തയിലേക്ക് അദ്ദേഹം നിരന്തരമായി സഞ്ചരിക്കുന്നുണ്ട്. മനുഷ്യഭാവിയെക്കുറിച്ച് ഒരു ഭാഗത്ത് ഭയവും ഒരു ഭാഗത്ത് പ്രതീക്ഷയും നിലനിർത്താൻ പ്രതീക്ഷയെ ആവിഷ്കരിക്കുന്ന കവിതകളുണ്ട്. ശുദ്ധഗോമായു സംവാദം മുതലായ ഉദാഹരണമാണ്. അപ്പോൾ കലികാലം, അല്ലെങ്കിൽ അക്ഷരം, പൂജാപുഷ്പം, ഇങ്ങനെ ഒരുപാട് കവിതയുണ്ട്. ഒക്കെ ചുരണ്ടിക്കളയട്ടെ ഞാൻ എൻ്റെ വാക്കും സ്വരങ്ങളും വർണ്ണവും ഭംഗിയും, ബാക്കി മറ്റെന്തുണ്ടറിയുകയിൽ ഉണ്ടെങ്കിൽ അദ്ദിക്കുകൂടി കടന്നുപോകട്ടെ ഞാൻ. ഇങ്ങനെ ബിയോണ്ടിനെ അല്ലെങ്കിൽ അപ്പുറത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പം അദ്ദേഹത്തിൽ ക്രമേണ വികസിച്ചു വരുന്നത് നാം കാണുന്നു. എൻ്റെ എല്ലാം ഞാൻ ക്രമേണ എൻ്റേതായ എല്ലാം
നമ്മൾ മമത എന്ന് പറയുന്ന ആ മമതയെ ഞാൻ പൂർണ്ണമായും ഇല്ലാതാകട്ടെ. എൻ്റെ വാക്ക്, എൻ്റെ സ്വരങ്ങൾ, എൻ്റെ വർണ്ണം, എൻ്റെ ഭംഗി, അത് എന്താണെങ്കിലും അതെല്ലാം ചുരണ്ടിക്കളഞ്ഞ് ഞാൻ അതൊന്നുമില്ലാത്ത നിർമ്മമതയുടെ ദിക്കിലൂടെ കടന്നു പോകട്ടെ എന്നത് ഈ നിർലേപതയുടെ ഒരു പൂജ, അതിനുവേണ്ടിയുള്ള ഒരു പ്രാർത്ഥന അദ്ദേഹത്തിന്റെ കവിതയിൽ ഉടനീളം മുഴങ്ങുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അസ്തിത്വസാരം അന്വേഷിക്കുന്ന നൈതികമായ ബോധങ്ങളാൽ അനുസ്യൂതമായി പ്രചോദിതമാകുന്ന ഒരു കാവ്യ രീതിയാണ് പാലൂർ ജീവിതത്തിൽ ഉടനീളം പിന്തുടർന്നത് എന്ന് പറയാം. അപ്പോ ഈ മഹാഭാരതത്തെ തന്നെ ജീവിത ലീലയുടെ അതിലെ സംഘർഷങ്ങളുടെയും ദുഃഖങ്ങളുടെയും ആഹ്ലാദങ്ങളുടെയും ഒക്കെ ഒരു വലിയ ആവിഷ്കാരമായിട്ടാണ് അദ്ദേഹം കാണുന്നത്. അപ്പൊ ആത്യന്തികമായി ദുഃഖം കാണുകയും അംഗീകരിക്കുകയും എന്നാൽ ദുഃഖത്തെ എങ്ങനെ അതിജീവിക്കാമെന്ന് അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു കവിയുടെ ദാർശനികത പാലൂരിൽ നിരന്തരമായി പ്രവർത്തിക്കുന്നത് നാം കാണുന്നു. അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഭാഷയിൽ അദ്ദേഹം കൊണ്ടുവരുന്ന ഒരു വലിയ മാറ്റമുണ്ട്. അത് പ്രധാനമായിട്ടും ഇമേജിസ്റ്റ് എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ബിംബാത്മകം എന്ന് പറയാവുന്ന ഒരു കവിത സൃഷ്ടിച്ചുകൊണ്ടാണ്. ഞാൻ പലതിന്റെ ഈ വായിച്ച വരികളിൽ തന്നെ അനേക ഉദാഹരണങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ പായ ചുരുട്ടുന്ന ഇരുട്ട്, ചായം ചുരണ്ടിക്കളഞ്ഞ സന്ധ്യ, കത്തിപ്പറിഞ്ഞ നൈലോൺ വെളിച്ചം, ഗർഭസ്ഥ ശിശു പോലെ റോക്കറ്റിലെ മനുഷ്യൻ, മുഖച്ചുളിവുള്ള സന്ധ്യ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ പിന്നെയോ കൈതപ്പൂവിൻ ഗന്ധമായി നീ മുകിൽ കേശത്തിൽ സ്ഥിരതാമസമാക്കിയ കാര്യം, അതുപോലെ ചക്രവർത്തിയെപ്പോലെ മർത്യജീവൻ പുകച്ച് ഹുക്ക വലിക്കുന്ന ദൈവം, ഉറക്കം തൃപ്തിയാകാതെ ഉണർന്നൊരു സുന്ദരി പോൽ പതുക്കെ കൺമിഴിക്കുന്ന പുലരി, ഇരവാകം കൊമ്പനാന 1000 പെരുമ്പാമ്പു കൊണ്ടാരോ പിരിച്ചോരു നീളമേറിയ കമ്പക്കയറാം പെരിയാറ്റിൽ. 1000 അത് പാലാഴിമഥനത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരം ഒരു ഇമേജാണ്. 1000 പെരുമ്പാമ്പ് കൊണ്ട് ആരോ പിരിച്ചോരു നീളമേറിയ കമ്പക്കയറാം പെരിയാറ്റിൽ, പെരുവിരൽ ഉത്സവം കണക്ക് ഇമ്പിക്കുടിക്കുക. ഇങ്ങനെ വളരെ സാധാരണ പ്രയോഗങ്ങളോ ബിംബങ്ങളോ അല്ല പലപ്പോഴും മറ്റ് പല പുതിയ കവികളിലും എന്ന പോലെ അദ്ദേഹത്തിലും കാണുക. ഉത്സവം കണക്ക് പെരുവിരൽ ഇമ്പിക്കുടിക്കുക എന്നുള്ളത് പെരുവിരലിനെ ഒരു ഉത്സവമാക്കുന്ന ശിശുവിന്റെ ഒരു ബിംബം നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു ബിംബഭാഷയിലൂടെ സംസാരിക്കുകയും എല്ലാ കാലത്തും ജീവിതത്തിന്റെ നൈതികതയെയും ആത്മീയതയെയും കുറിച്ചുള്ള ആകാംക്ഷയും ഉത്കണ്ഠയും പുലർത്തുകയും എന്നും ദാർശനികമായൊരു നിർമ്മമതയിലേക്ക് നീക്കാനുള്ള പ്രയത്നം നടത്തുകയും ചെയ്ത പുതിയ കാലത്തിന്റെ ദുഃഖങ്ങളും ആഹ്ലാദങ്ങളും ഉദ്വേഗങ്ങളും എല്ലാം ഏറ്റെടുത്ത ഒരു വലിയ കവിയായിരുന്നു പാലൂർ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ എന്റെ പ്രണാമം. വളരെയധികം തിരക്ക് പിടിച്ച ഒരു ദിവസമായിരുന്നു മാഷിന്റെ ഇന്ന്. മാഷ് പല മീറ്റിങ്ങുകളുടെയും ഇടയിൽ 2 ദിവസം മുമ്പ് പറഞ്ഞ് മാഷ്ക്ക് വരാൻ പറ്റുമെന്ന് തന്നെ നിശ്ചയമില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ അതിന്റെ ഇടയിലൊക്കെ മാഷ് നമുക്ക് വേണ്ടി കുറച്ച് സമയം കണ്ടെത്തുകയും ഇവിടെ വരികയും ഇത്ര പ്രൗഢഗംഭീരമായ ഈ മുഖ്യപ്രഭാഷണം നടത്തുകയും ചെയ്തതിന് നമ്മൾ എങ്ങനെയാണ് അദ്ദേഹത്തോട് നന്ദി പറയേണ്ടത്. മാഷ് ഞങ്ങളുടെ എല്ലാ സ്നേഹവും നന്ദിയും അറിയിക്കുന്നു. മാഷക്ക് നമസ്കാരം. പാലൂർ കവിതകളിൽ കൂടി സഞ്ചരിച്ച് പ്രൗഢഗംഭീരമായി അവലോകനം ചെയ്ത പ്രൊഫസർ കെ സച്ചിദാനന്ദൻ മാഷിന്റെ വാക്കുകൾക്ക് മുന്നിൽ നമിക്കുന്നു.